ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേകചൂഡാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ജീവൻ മുക്തന്റെ ലക്ഷണങ്ങൾ. എങ്ങനെയിരിക്കും ജീവൻ മുക്തൻ, എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക, ജീവൻ മുക്തനാകുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്ത്, പുറത്തേക്കുള്ള ബാഹ്യമായ പ്രകടനങ്ങൾ എന്ത്, ഇതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജീവനോടെ ഇരിക്കുമ്പോൾ ഏതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കും ആര്? ജീവൻ മുക്തൻ. ജീവനോടെ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായിട്ടില്ല. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിന്ന് സ്വതന്ത്രനായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ നിന്ന് സ്വതന്ത്രനായോ? ഇല്ല. ഇന്ദ്രിയങ്ങളിൽ നിന്നായോ? ഇല്ല. മുക്തനായിട്ടില്ല. ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്, അതിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് മുക്തനായി അവിടെ പറയണേ? എങ്ങനെ, എവിടെ? അയാൾക്ക് ശീതോഷ്ണം ഉണ്ടാവുമോ? ഉണ്ടാകും. പിന്നെ എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം, എന്തിൽ നിന്നാണ് മുക്തി എന്ന് വെച്ചാൽ മനസ്സിലെ അപൂർണതയിൽ നിന്ന് മുക്തി. മനസ്സിലെ അപൂർണതയിൽ നിന്ന് മുക്തി, അതായത് മനസ്സ് നിറഞ്ഞ് ഇരിക്കും, മനസ്സ് പൂർണ്ണമായിരിക്കും. ഇനി എങ്ങും വേണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ എത്ര കാലം വിധിച്ചിട്ടുണ്ടോ, കർമ്മമനുസരിച്ച് എത്ര കാലം ഈ ശരീരത്തിൽ ഇരിക്കണമോ അത്ര കാലം ആത്മാ ഈ ശരീരത്തിൽ ഇരിക്കും. അതിന് കഴിയുമ്പോൾ ഈ ശരീരത്തെ പഴയ വസ്ത്രത്തെ ഉപേക്ഷിക്കുന്ന പോലെ ഉപേക്ഷിച്ച് ആത്മാ സ്വതന്ത്രമാകും. നമുക്ക് സാധാരണ നിലയ്ക്ക് ഈ സംസാര സാഗരത്തില് മനസ്സ് നിറഞ്ഞ ആരെയും കാണാൻ പറ്റില്ല. അത് വയറ് പോലെ തന്നെയാണ്. വയറിൽ എങ്ങനെയാ? വിശപ്പുണ്ടാവും, കഴിക്കുമ്പോൾ നിറഞ്ഞു എന്ന് തോന്നും, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിശക്കും. അപ്പോ ആ നിറവ് സ്ഥിരമായ ഒരു നിറവായിട്ട് വരില്ല. അതുപോലെ തന്നെയാണ് സാധാരണ ജനങ്ങളുടെ, നമ്മുടെ എല്ലാം മനസ്സും. ഇപ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം വരും, അത് കിട്ടുമ്പോൾ നിറഞ്ഞു എന്ന് തോന്നും, അടുത്ത സെക്കൻഡില് അടുത്ത ആഗ്രഹം തലപൊക്കും. അങ്ങനെ എപ്പോഴും ഒരു അപൂർണതയിൽ നിലനിൽക്കും. അപ്പൊ ജീവൻ മുക്തൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും സാധിക്കാത്ത ഒന്ന് സാധിച്ച ആളാണ്. എന്താണ് അത്? മനസ്സ് നിറഞ്ഞ ആള്, മനസ്സിന്റെ കുറവുകളിൽ നിന്ന് മുക്തി നേടിയ ആൾ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യസ്യ സ്ഥിരാ ഭവേത് പ്രജ്ഞ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃത പ്രായഃ സജീവൻ മുക്ത ഇഷ്യത്തെ. യസ്യ സ്ഥിത എന്നും പറയുന്നുണ്ട്, ചിലര് സ്ഥിര എന്നും പറയും. യസ്യ സ്ഥിരാ ഭവേത് പ്രജ്ഞ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃത പ്രായഃ സജീവൻ മുക്ത ഇഷ്യത്തെ. യസ്യ ആർക്കാണോ പ്രജ്ഞ. എന്താണ് പ്രജ്ഞ? ജീവ ബ്രഹ്മ ഏകം എന്നുള്ള അവഗാഹിനി. നേരത്തെ ജീവബ്രഹ്മ ഏക അവഗാഹിനി എന്ന് നമ്മൾ പഠിച്ചു. ജീവബ്രഹ്മ ഐക്യം മനസ്സില് ശരിയായിട്ട് മനസ്സിലായ ആൾ, അയാളാണ് എന്താണ് പ്രജ്ഞ ഉള്ള ആള് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പ്രജ്ഞ എന്താണ്? ജീവനും ഈശ്വരനും ഒന്ന് എന്നുള്ള ആ ബ്രഹ്മവും ഒന്ന് എന്നുള്ള ആ അറിവ് ആരിലാണോ സ്ഥിരമായിട്ടിരിക്കുന്നത്, സ്ഥിരാഭവേത് പ്രജ്ഞ, ആ അറിവിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ആ അറിവ് സ്ഥിരാഭവേത്, സ്ഥിരമായി നിൽക്കുന്നു. നമുക്ക് ഒരു വസ്തു ലഭിക്കുവാൻ ചെയ്യുന്ന പ്രയത്നമോ അതിലധികമോ വേണം ശരിക്കും പറഞ്ഞാൽ ആ കിട്ടിയതിനെ സംരക്ഷിക്കാൻ, അല്ലെ? സാധാരണ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ ഒരു പറമ്പുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ധനമുണ്ട്. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നേടി, പിന്നെ അതിനെ നിലനിർത്തുവാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും കഠിനാധ്വാനം പോരാ, കൂടുതലായിട്ടുള്ള അധ്വാനം തന്നെ വേണ്ടി വരും അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ആണ് ഈ പറഞ്ഞ അറിവും. ജീവബ്രഹ്മ ഐക്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കി കൊണ്ടുവന്ന് നിലനിർത്തുന്നത് എളുപ്പമല്ല.
യസ്യ ആനന്ദഃ നിരന്തരഃ. ആരുടെ, ഇവിടെ ആനന്ദം എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദം, അതായത് മനസ്സിലെ നിറവ്, നിരന്തരഃ നിത്യമായത്, എന്നും നിലനിൽക്കുന്നത്, എപ്പോഴും നിലനിൽക്കുന്നത്. മനസ്സിന് ശരിക്കും പറഞ്ഞാൽ 5 വായയാണ് മനസ്സിന്. 5 വായയുണ്ട് മനസ്സിന്. ശരീരത്തിന് 1 വായേ ഉള്ളൂ. ആ വായ കൂടെയാണ് കഴിക്കുന്നത്. അന്നം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറയ്ക്കുന്നു. മനസ്സിന് 5 വായയാണെന്ന് പറയുക. 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും മനസ്സിലേക്ക് അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സ് അറിയാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നതൊക്കെ ആഗ്രഹിക്കുന്നു, ചെവിയിൽ കൂടെ കേൾക്കുമ്പോൾ ആഗ്രഹിക്കുന്നു, മൂക്കിൽ കൂടി മണക്കുമ്പോൾ ആഗ്രഹിക്കുന്നു, സ്പർശിക്കുമ്പോൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളും ഈ മനസ്സിനെ നിറയ്ക്കാൻ തത്രപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ മുക്തന്മാരുടെ ലോകം എങ്ങനെയിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ജീവൻ മുക്തന്മാർക്ക് ലോകം എങ്ങനെയാണ്? പ്രപഞ്ചോ വിസ്മൃതപ്രായ, ഇതാണ് അവിടുത്തെ പ്രത്യേകത. പ്രപഞ്ചോ വിസ്മിതപ്രായ. വിസ്മൃതപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നതുപോലെ. പ്രപഞ്ചം, ലോകം മറന്നതുപോലെയാണ് അവർക്ക്. അവര് ലോകത്തെ മറന്നിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. പ്രായ എന്ന് പറഞ്ഞാൽ പോലെ എന്ന അർത്ഥം. വിസ്മൃത മറന്നത്, വിസ്മൃതപ്രായ മറന്നതുപോലെ. നമ്മൾ വിചാരിക്കുന്നു ഓർമ്മ വെക്കുന്നത് ഒരു വലിയ കഴിവാണ് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഓർക്കണമെങ്കിൽ വലിയ കഴിവ് വേണം. എനിക്ക് പഴയ അയാളെ പോലെ എനിക്ക് അത്രയും ഓർമ്മശക്തി, എനിക്ക് ഓർമ്മ വെക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യും. അവരെ പോലെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഓർമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ്, അത് നമുക്ക് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഓർമ്മശക്തി ശരി തന്നെയാണ്, അതൊരു കഴിവാണ്, വലുത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മറക്കാനുള്ള ശക്തി. മറക്കാൻ വിചാരിക്കുന്നവർ ഓർത്തുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത എത്ര കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മുടെ ഉള്ളിൽ ഓർമ്മയായിട്ട് കിടപ്പുണ്ട്. അതിനെ കളയാനാണ് ബുദ്ധിമുട്ട്, ഓർക്കാനല്ല ബുദ്ധിമുട്ട്. ആവശ്യമില്ലാത്തതിനെ മനസ്സിൽ കയറാതെ, അവിടെ സ്ഥലം കൊടുക്കാതെ അതിനെ പുറത്തേക്ക് കളയുന്നത് എളുപ്പമല്ല. പല ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? പഴയ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്ന ദുഃഖിക്കും, വെറുതെ ഇരുന്ന് ദുഃഖിക്കും. പഴയ കാര്യങ്ങളെ ആലോചിച്ചിട്ട് എന്തിനാ പഴയ കാര്യങ്ങളെ ആലോചന? കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ, അതിനെന്തിനാ അവിടെ ഓർത്തു വെച്ചിരിക്കുന്നത്? ദുഃഖിക്കാൻ വേണ്ടിയിട്ടോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? ചെയ്യുന്നുണ്ട് നമ്മൾ, അതാണ് കുഴപ്പം. അപ്പൊ മറക്കാൻ ശ്രമിക്കുന്നവർ എന്തുണ്ടാവും? കൂടുതൽ ശക്തമായി വരും. അപ്പൊ ഇത് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടിയിരുന്നേ? എപ്പോഴും പ്രസന്റിൽ ജീവിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകും. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മറക്കാനുള്ള ശക്തി ഇല്ലാത്തതാണ്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ ദുഃഖിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ ഈശ്വരൻ തന്നെ അതിനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? വയസ്സാവുമ്പോൾ തനിയെ ഓർമ്മശക്തി കുറയും, പലതും ഓർക്കില്ല, പഴയ കാര്യങ്ങൾ പലതും മറന്നുപോകും. അന്നേരം കംപ്ലൈന്റ് ആണ്, എനിക്ക് പഴയ പോലെ ഓർമ്മയില്ല എന്നും പറഞ്ഞ് ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക. അത് ഇത് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നതാണ്. അത്ര ഓർക്കേണ്ട കാര്യമില്ല അവിടെ. പഴയതൊന്നും ഓർക്കണ്ട. ശരീരം വിടാറായി, ഇനി ഈശ്വരനെ മാത്രം ഓർത്താൽ മതി. ഈശ്വരനെ ഓർക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? ഇല്ലല്ലോ. എനിക്കിപ്പോ ഈശ്വരനെ ഓർക്കാനേ പറ്റുന്നില്ല ഡോക്ടറെ, എന്തെങ്കിലും ഒരു കാര്യം, അതിന് മരുന്ന് വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ലൗകിക കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ഓർമ്മ വരുന്നില്ല, പലതും മറന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാറുണ്ട്. എന്ത് വിരോധമാണെന്ന് നോക്കിക്കൊള്ളുക. ഈശ്വരനെ ഓർക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാറേ ഇല്ല. മറ്റു കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്ന വരുന്നു. പണ്ട് ഉണ്ടായിരുന്ന ഓഫീസിൽ ജോലി ചെയ്ത ഒരാളാണ്, അയ്യോ ഇപ്പൊ കണ്ടിട്ട് ഓർമ്മയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, വലിയ സങ്കടമായി. പഴയ ബന്ധുക്കളെയൊന്നും തിരിച്ചറിയുന്നില്ല, ബെഡിൽ സുഖമില്ലാതെ കിടക്കും, ആരെയും തിരിച്ചറിയുന്നില്ല, വലിയ വിഷമം. ആരെയും അറിയാൻ പറ്റുന്നില്ല. അറിയണ്ട, എന്തിനറിയണേ? അറിയേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ ജന്മങ്ങൾ ഇതേപോലെ എത്രയോ വന്നു പോയി. എത്രയോ പേര് ബന്ധുക്കളായി വന്നു, എത്രയോ പേര് അച്ഛനായി വന്നു, അമ്മയായി വന്നു, കുഞ്ഞുങ്ങളായി വന്നു, ഭാര്യയായി വന്നു, ഭർത്താവായി വന്നു. ഇതെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഇതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. പഴയതൊന്നും ഓർക്കുന്നില്ലല്ലോ. ഓർക്കേണ്ടതെന്നുണ്ട്. ഈശ്വരനെ ഓർക്കണം, സർവശക്തനായ ഈശ്വരനെ ഓർക്കണം. അകത്ത് ആരാണോ ചൈതന്യമായിരിക്കുന്നത്, എല്ലാത്തിനെയും കാണിച്ചു തരുന്ന ചൈതന്യമായിരിക്കുന്നത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമായിരിക്കുന്നത്, ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അകത്തിരിക്കുന്ന ആ ശക്തിയെ ഓർക്കണം. അതിനൊട്ടും മെനക്കെടാറുമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോ മറക്കുവാനുള്ള ശക്തി ഇല്ലാത്തതാണ് ദുഃഖങ്ങൾക്ക് കാരണം. വയസ്സാവുമ്പോൾ കിട്ടുന്ന മറവിയെ അനുഗ്രഹമാക്കി കണക്കാക്കി എടുക്കുക,
അതിനെ വിഷമമായിട്ട് ചിന്തിക്കാതിരിക്കുക. മറവി നല്ലതാണ്, പക്ഷെ നമ്മൾ അതിനെ ചൊല്ലി വിലപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മറക്കുക മാക്സിമം മറന്നോട്ടെ, ഈശ്വരനെ മാത്രം ഓർത്താൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. അവനവനെ ആത്മാവിനെ കുറിച്ച് ഓർക്കുക, ബാക്കിയൊന്നും ഓർക്കണ്ട. പ്രകൃതിദത്തമായിട്ട് വയസ്സാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെല്ലാം പ്രകൃതിദത്തമായിട്ട് വരുന്നതാണ്. അതിനെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കണം. കണ്ണിന് കാഴ്ച കുറഞ്ഞു, ഓക്കെ, നന്നായി. ഇനി എന്താ കാണാനുള്ള? ഇത്രയും കാലം ജീവിച്ചില്ലേ, എന്തെല്ലാം കണ്ടു, കുറെ സന്തോഷം കിട്ടി, അതിലേറെ സങ്കടവും കിട്ടി. ഇതൊന്നും കാണണ്ടായിരുന്നു എന്ന് പറഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എനിക്കിത് കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പിനി അതൊന്നും വേണ്ടല്ലോ, കണ്ണിന് കാഴ്ച ഇത്തിരി കുറഞ്ഞു, നന്നായി. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് മതി, അത്രേ ആവശ്യമുള്ളൂ. എൻ്റെ ചില സമയത്ത് ലൗകികമായിട്ടുള്ള പുറം കാഴ്ചയിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളിൽ തന്നെത്താൻ തിരിച്ച് അവസാനം അവനവന്റെ ഉള്ളിലേക്ക് നോക്കി അവനവന്റെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ പ്രകൃതി തന്നെ ചെയ്തിരിക്കുന്നതാണ്, ഈശ്വരൻ തന്നെ ചെയ്തിരിക്കുന്നതാണത്. ശരീരത്തെ ക്ഷയിപ്പിക്കുക, ഇന്ദ്രിയങ്ങളെ ക്ഷയിപ്പിക്കുക, ഇന്ദ്രിയങ്ങളുടെ ബലത്തെ കുറയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യും? വയസ്സാവുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ബലം കുറയുമ്പോൾ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മരുന്നുകൾ കഴിക്കാനാണ് ധൃതി. എത്രയും പെട്ടെന്ന് പഴയ യൗവനം തിരിച്ചു കിട്ടണം, പഴയ പോലെ ആകണം, ഇതിനുള്ള വ്യഗ്രതയാണ്, ഓട്ടമാണ് ഇപ്പോ നടക്കുന്നത്. അപ്പൊ പ്രകൃതിക്കെതിരായിട്ടാണ് പോക്ക്. പല്ല് കൊഴിയേണ്ട സമയമായ കൊഴിയും, ചെവി കേൾക്കണ്ട എന്നുള്ള സമയം വരുമ്പോൾ ചെവി കേൾക്കാനാവും. അപ്പൊ കേൾപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞാൽ ചെവിക്ക് 100 കൂട്ടം യന്ത്രം ചെവിക്കകത്തോട്ട് കൊണ്ടുവയ്ക്കും. അപ്പൊ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ കേൾക്കും. ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. വയസ്സാകുമ്പോൾ പ്രകൃതിദത്തമായിട്ട് വരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഈ അതൃപ്തി തന്നെയായിരിക്കുമല്ലോ മനസ്സിൽ. എന്റെ ചെവി ഇപ്പൊ കേൾക്കുന്നില്ല, ഒരതൃപ്തിയല്ലേ, എനിക്കിപ്പോ പഴയ പോലെ കാണാൻ പറ്റുന്നില്ല, അതൃപ്തിയല്ലേ. ഇവിടെ എന്താ പറയണേ? ജീവൻ മുക്തൻ എങ്ങനെ ഇരിക്കും? പൂർണ്ണ തൃപ്തനായിരിക്കും. ഒരു ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. നടക്കാൻ പറ്റുന്നില്ല, വേണ്ട, സമയമായി, ശരീരം പോവാറായി, കൈയും കാലും ഒക്കെ തളരും, പോവാണ്ടാവും. തീർച്ചയായിട്ടും ഇത്രയും കാലം ഇരുന്നല്ലോ. അപ്പൊ ജീവൻമുക്തൻ അതൊന്നൊരു പ്രശ്നമല്ല. എന്തിനാണ് ജീവൻമുക്തന്റെ ലക്ഷണം ഇത്രയും പഠിക്കണേ? നമ്മൾ സ്വയം ആ ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് അത് പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ലക്ഷണം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ലക്ഷണം പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ഇരുന്ന് വിലപിക്കാതിരിക്കുക, പ്രായമായ ശേഷം വരുന്ന കാര്യങ്ങളെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, അതിനെ സ്വീകരിക്കുക, അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക, പരിഭ്രമിക്കാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, പരാതി പറയാതിരിക്കുക. നമ്മള് ആചാര്യന്മാരൊരു കാര്യം പറയാറുണ്ട്. നമുക്കൊരു അപമാനം ഒരാളിൽ നിന്ന് വന്നു എന്ന് വിചാരിക്കുക. നമ്മളെ ഒരാൾ അപമാനിച്ചു, അയാളെ തിരിച്ചപമാനിച്ചാൽ നമുക്ക് എന്താ വിചാരം? നമ്മൾ വിജയിച്ചു എന്നുള്ള വിചാരം. തിരിച്ച് നമുക്കൊരു അപമാനം വന്നു, ആ അപമാനം ചെയ്ത ആളെ തിരിച്ച് അപമാനിച്ചു കഴിയുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ വ്യക്തിയെ തന്നെ മറക്കുക, അതാണ് ഏറ്റവും വലിയ വിജയം. നമുക്കൊരു അപമാനം ചെയ്ത വ്യക്തിയെയും ആ ഇൻസിഡന്റിനെയും പൂർണ്ണമായിട്ടും മറന്നു കളയുക, അതാണ് വിജയം. നമ്മളെന്താ, ഞാൻ എൻ്റെ കൊക്ക് ജീവനുള്ളിടത്തോളം കാലം മറക്കില്ലെന്ന് പറയും. എന്ത് വിഡ്ഢിത്തമാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല, മരിച്ചാലും മറക്കില്ലെന്ന് പറഞ്ഞവരുണ്ട്. അവനാണ് വീണ്ടും ജന്മമായിട്ട് വരുന്നത്. മരിച്ചാലും മറക്കില്ലെങ്കിൽ അവരിങ്ങോട്ട് വരില്ലേ? തിരിച്ചു വരും, വരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മറക്കട്ടെ, എല്ലാം മറക്കുക. ഈശ്വരനെ മാത്രം ഓർത്താൽ മതി. ഞാനിവിടെ വന്നു, എൻ്റെ ജോലി കഴിഞ്ഞു, എൻ്റെ അഭിനയം കഴിഞ്ഞു, ഞാൻ പോകുന്നു. അപ്പോ അപമാനം ഒരാൾ തന്ന അയാളെ പാടെ മറന്നു പോകാൻ, അയാളെ നേരിട്ട് തിരിച്ചപമാനിച്ച് വിജയം നേടുന്നതിനേക്കാൾ ശക്തി വേണം അയാളെ പാടെ മറന്നു കളയാൻ. മനസ്സിൽ നിന്ന് ആ അപമാനിച്ചവനെ നീക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. നമ്മൾ എന്താ ചെയ്യുക? കരം കിട്ടിയ ഒന്ന് തിരിച്ചപമാനിച്ചാൽ സമാധാനായി. സ്ഥിതപ്രജ്ഞൻ എന്താ ചെയ്യുന്നേ? ജീവൻ മുക്തൻ ലോകത്തെ തന്നെ മനസ്സിൽ നിന്ന് നീക്കിയിട്ടാ നടക്കുന്നത്. ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. നമുക്ക് കാണുമ്പോൾ സാധാരണ നമ്മളെ പോലെ ജീവിക്കുന്ന കാണാം, പക്ഷെ മനസ്സിനെ ഒന്നും ബാധിക്കില്ല. അങ്ങനെ ക്ലിയർ ആക്കി വെച്ചിരിക്കുക, ഒന്നും അവിടെ ഏക്കത്തില്ല. എല്ലാം പുറമേയുള്ള കാര്യങ്ങളേ ഉള്ളൂ. താമരയിലേല് വെള്ളം വന്ന് വീണ് പോകുന്ന പോലെ അങ്ങ് വന്നു പോകും. കയ്യില് എണ്ണ പുരട്ടിയിട്ട് ചക്ക
നേരാക്കുമ്പോൾ ചക്കയുടെ മുളഞ്ഞും കയ്യിൽ പിടിക്കാതിരിക്കുന്ന പോലെ ഈ ലോകത്തിൽ ജീവിച്ചു പോകും. ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയുന്ന ഉദാഹരണം. സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് എപ്പോഴും ലൈറ്റ് ആയിരിക്കും. അതിനകത്ത് ഒട്ടും ലോഡ് ഉണ്ടാവില്ല. കാരണം അതിനകത്ത് ഒരു ഭാരവും കയറ്റി വെച്ചിട്ടില്ല, ഒന്നിനെ അതിനകത്ത് കയറ്റി നിർത്തില്ല. അപ്പൊ മനസ്സ് ഇങ്ങനെ എന്താ പറയുക, ഈ അപ്പൂപ്പൻ താടി പോലെ പറക്കുന്നതായിരിക്കും. ലൈറ്റ് ഒന്നുമില്ല അതിനകത്ത്, വളരെ ലൈറ്റ് ആയൊരു മനസ്സായിരിക്കും, വിശാലവുമായിരിക്കും. കാരണം എന്തെങ്കിലും അതിനകത്ത് നിറയ്ക്കുമ്പോഴാണ് വിശാലത നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിശാലമായിരിക്കും. അതുകൊണ്ട് ഈ സ്ഥിതപ്രജ്ഞന്മാരെ എന്ത് പറയും? ബാലവത് എന്ന് പറയും. അത്ര കുട്ടികളെ പോലെ എന്ന് പറയും. കുട്ടികളെ പോലെ. കുട്ടികൾക്കൊന്നും മനസ്സിലൊന്നും എടുക്കത്തില്ലല്ലോ. ഇന്ന് വഴക്കൂടിയ നാളെ വീണ്ടും ഫ്രണ്ട്ഷിപ്പായി, ഒന്നുമില്ല, അടുത്ത സെക്കൻഡിൽ തന്നെ ഫ്രണ്ട്ഷിപ്പാവും. അവരുടെ മനസ്സിലൊന്നുമില്ല, കളങ്കമില്ല മനസ്സിൽ, ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഉന്മത്തവത് എന്ന് പറയാൻ, ഭ്രാന്തന്മാരെ പോലെ. അവര് പപ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പഴയ കാര്യങ്ങളോ പുതിയ കാര്യങ്ങളോ അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്താണോ തോന്നുന്നത് അത് പറയും, അങ്ങനെ പോകും. അപ്പോ പറയുന്നു വിസ്മൃതപ്രായ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മറന്നതുപോലെ ആവശ്യമുള്ളത് മാത്രം ഓർമ്മയിൽ, ആവശ്യമുള്ളത് മാത്രമേ ഓർമ്മയിലുള്ളൂ. ആവശ്യമുള്ളത് എന്താണ്? ഈശ്വര വിചാരം. അത് മാത്രം ഓർമ്മയിൽ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ലോകം നമുക്ക് ദുഃഖം തന്നിട്ടുണ്ട്, അല്ലേ? സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. ധാരാളം ദുഃഖം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ദുഃഖത്തിന് പകരം കിട്ടുന്നത് എങ്ങനെയാണ്? ലോകത്തെ മറക്കലാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ലോകത്തെ മറന്നു കളയുക. പണ്ട് എനിക്ക് അങ്ങനെ ദുഃഖം ഉണ്ടായി, ഇങ്ങനെ ദുഃഖം ഉണ്ടായി, ഒരു നേരം കഞ്ഞി പോലും കുടിക്കാതെ ഞാൻ നടന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പഴയ ദുഃഖത്തെ മറന്നു കളയണം. എന്തിനാ അതൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ ദേഷ്യം ഉണ്ടാവില്ല, മനസ്സിൽ പകയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മറന്നു കഴിഞ്ഞാൽ ദേഷ്യമുണ്ടോ? ഇല്ല. മറന്നു കഴിഞ്ഞാൽ പകയുണ്ടോ? ഇല്ല. അപ്പൊ ദേഷ്യവും പകയൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? മറക്കാൻ പഠിക്കണം. ലോകം രണ്ട് വിധത്തിൽ നമ്മളെ വിഷമിപ്പിക്കും. ഒന്ന് അനുഭവം, ആ വിഷമമുള്ള അനുഭവം അഥവാ സങ്കടം, വേദന ഉണ്ടാകുമ്പോഴുള്ള അനുഭവം, അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാവും. പിന്നെ ഈ അനുഭവത്തിന്റെ ഓർമ്മ വെച്ച് വീണ്ടും വീണ്ടും വിഷമിക്കും. അതിങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അനുഭവിക്കുന്ന സമയത്ത് വിഷമം ഉണ്ടായി, ഓക്കെ, സമ്മതിച്ചു. അനുഭവം വന്ന് പോയ ശേഷം വീണ്ടും കുറെ കാലം കഴിഞ്ഞിട്ട് ആ അനുഭവത്തെ ഓർത്ത് വിഷമിക്കുക. എത്ര വിഡ്ഢിത്തരമാണ്! അതാണ് സംസാരം, അതാണ് മായ. മായയുടെ കളിയാണത്. അതിൽ നിന്ന് മുക്തി നേടണം. അതിന് ഈശ്വരനാമത്തെ കൂട്ടുപിടിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഈശ്വരനാമത്തെ എത്രയാണെങ്കിലും അത് മറക്കാതിരിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം മറക്കും, ഈശ്വരനെ മറക്കും. ഫസ്റ്റ് മറക്കുന്ന ഈശ്വരനെ. അതിൽ നിന്ന് മാറ്റി വരണം. അപ്പൊ അങ്ങനെ ആ ശ്ലോകത്തില് യസ്യ സ്ഥിരാ ഭവേത് പ്രജ്ഞ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃതപ്രായ സജീവൻ മുക്ത ഇഷ്യത്തെ. അപ്പൊ അങ്ങനെ ജീവൻ മുക്തന്റെ കുറെ ലക്ഷണം പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ജീവൻ മുക്തന്റെ ലക്ഷണം തന്നെയാണ് പറയുന്നത്. വർത്തമാനോപി ദേഹേസ്മിൻ, ദേഹോസ്മിൻ, വർത്തമാനോപി വർത്തമാനേപി ദേഹോസ്മിൻ, വർത്തമാനേപി ദേഹേസ്മിൻ, അസ്മിൻ ദേഹേ, വർത്തമാനേപി ദേഹേസ്മിൻ ഛായാവദനുവർത്തിനി അഹന്ത മമതാഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം. ഛായാവദനുവർത്തിനി എന്ന് പറഞ്ഞാൽ ഛായാവത് അനുവർത്തിനി എന്ന്. വർത്തമാനേപി ദേഹേസ്മിൻ, വർത്തമാനേപി ദേഹേസ്മിൻ ഛായാവദനുവർത്തിനി അഹന്താ മമതാഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം. ജീവൻ മുക്തൻ എന്ന് നമ്മൾ പറയുമ്പോൾ ജീവൻ, അതായത് ഉയിരോടെ ഇരിക്കുക, അല്ലെങ്കിൽ പ്രാണനോടെ ഇരിക്കുക, ചൈതന്യത്തോടെ ഇരിക്കുക, ഈ സ്ഥൂല ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അയാൾക്ക് ശരീരം, മനസ്സ്, പ്രാണൻ ഇതൊക്കെ ഉണ്ട്. ജീവൻ മുക്തന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ജീവൻ മുക്തനാകുന്നതിന് മുമ്പും ഈ ശരീരമുണ്ട്, ശരീരം പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാണൻ വരുന്നു പോകുന്നു, എല്ലാം ഉണ്ട്. മുക്തനായ ശേഷവും ഇതുണ്ട്.
അപ്പൊ എന്താണ് വ്യത്യാസം? രണ്ട് സമയത്തും ശരീരം, സ്ഥൂല ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപോലെ തന്നെ. പിന്നെ എന്താണ് ഇവിടെ വ്യത്യാസം? എങ്ങനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് തരുന്നത്. ജീവൻ മുക്തനായ ശേഷം ആ ആൾ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം ഉണ്ട് എങ്കിലും അവയെ ഒരു നിഴലിന് സമമായി കാണുന്നു. നല്ല രസമാണ് അത് ആലോചിച്ച് കഴിഞ്ഞാൽ. ഈ ശരീരത്തെ ഒരു നിഴലിന് സമമായി കാണുന്നു. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ശരീരത്തെ ഒരു നിഴലിന് സമമായിട്ട് ജീവൻ മുക്തൻ എടുക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം സ്വയം ആത്മാ എന്ന് തിരിച്ചറിഞ്ഞ ആളാണ്, ജീവബ്രഹ്മ ഐക്യത്തെ മനസ്സിലാക്കിയ ആളാണ്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഒരു പ്രപഞ്ച ശക്തിയേ ഉള്ളൂ, ആ ശക്തി ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ പിന്നെ ഈ ശരീരം എന്താണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു നിഴലാണിത്, ഒരു ഷാഡോ ആണ്. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ നിഴല് നമുക്ക് കാണാം. നിഴലുള്ള കയ്യിൽ ഉള്ള സമയത്താണ് നിഴല് കാണാം, ഇല്ല വെളിച്ചമുള്ള സമയത്തേക്കാണെങ്കിൽ നിഴല് കാണാം. ആ നിഴല് നമ്മൾ നടന്നു പോകുമ്പോൾ സൈഡില്, റോഡിന്റെ സൈഡിൽ ചെളി ഉണ്ടാവും, ചാക്കട ഉണ്ടാവും, കനാലൊക്കെ ഉണ്ടാവും, ചെളി വെള്ളം കെട്ടിക്കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ പല മലിന വസ്തുക്കളും കിടപ്പുണ്ടാവും. നമ്മുടെ നിഴല് ആ ലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ഈ ചെളിയില് അല്ലെങ്കിൽ ഈ മലിന വസ്തുക്കളിലൊക്കെ നമ്മുടെ നിഴല് പതിക്കും. നമ്മുടെ നിഴല് എവിടെ വേണമെങ്കിൽ പതിക്കാം. ഏത് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ നിഴല് പതിക്കാം. ആ നിഴല് ചെളിയിൽ പതിച്ചു അല്ലെങ്കിൽ നിഴല് മലിനമായ വസ്തുക്കളിൽ പതിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ പോയി കുളിക്കാറുണ്ടോ? നിഴല് ചാക്കടയിൽ പതിയും, നല്ല വെള്ളത്തിലും പതിയും, മോശമായ വസ്തുക്കള് റോഡിൽ എന്തൊക്കെ മലിന പദാർത്ഥങ്ങളുണ്ടോ അതിലൊക്കെ നമ്മുടെ നിഴല് പതിയുന്നുണ്ടാകാം. പക്ഷേ അതിൻ്റെ നിഴല് ഇങ്ങനെ ചെളിയിൽ പോയി അല്ലെങ്കിൽ മലിന വസ്തുവിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ പോയി കുളിക്കാറില്ല. കാരണം നിഴലിനൊന്നും പറ്റത്തില്ല. കാരണം ആ നിഴൽ ഞാൻ അല്ല. ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ പോലും നിഴൽ ഞാൻ അല്ല, അല്ലേ? നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. അപ്പോ ആ സമയത്ത് പോലും നിഴൽ ഞാനല്ല. നമുക്ക് ആണോ? ഞാനല്ലല്ലോ നിഴല്. ഞാനാണെങ്കിലല്ലേ എനിക്ക് കുളിക്കേണ്ട കാര്യമുള്ളൂ. ഞാനല്ലല്ലോ ആ നിഴല്, അത് നിഴൽ തന്നെയല്ലേ? അതെ, അതെ, എന്നെ പിന്തുടർന്നുവല്ലോ. ഉവ്, എപ്പോഴും പിന്തുടരും. നിഴൽ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിനെ വേറെയാന്ന് മനസ്സിലാക്കിയേ? എപ്പോഴും കൂടെ ഉണ്ട്, വിട്ടുപിരിയാത്ത ഒരാളാണ് നിഴല്. പക്ഷെ ഞാനല്ലാതെ അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയേ? ഞാനല്ല നിഴൽ എന്നെങ്ങനെയാ മനസ്സിലാക്കിയേ? എപ്പോഴും കൂടെ ഉണ്ട്, ഏത് സമയത്തും കൂടെ. അത് അറിവ് കൊണ്ടാണ് മനസ്സിലാക്കിയത്. അറിവിനാലാണ് അതിനെ വേറെയായി കാണുന്നത്. നിഴലിനെ എന്നിൽ നിന്നും വേറെയായി കാണുന്നത് അറിവിനാലാണ്. ഞാൻ വേറെ, എൻ്റെ നിഴൽ വേറെ. ഞാൻ വേറെ, എൻ്റെ നിഴൽ വേറെ. എനിക്ക് വരുന്നത് വേറെ, നിഴലിന് വരുന്നത് വേറെ. എനിക്ക് വരുന്നത് വേറെ, നിഴലിന് വരുന്നത് വേറെ. നിഴല് ചെളിയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയൊക്കെ നിഴല് വന്നാലും എനിക്കതൊന്നും എൻ്റെ ദേഹത്ത് പറ്റുന്നില്ല. എനിക്ക് വരുന്നതൊന്നും നിഴലിന് പറ്റുന്നില്ല. നിഴലിനെ ഒരാൾ തുപ്പിയാലോ, നിഴലിനെ ഒരാൾ അടിച്ചാലോ, നിഴലിനെ ഒരാൾ കത്തിയെടുത്ത് കുത്തിയാലോ നമുക്ക് ദേഷ്യം വരാറില്ല, നമുക്കൊന്നും സംഭവിക്കാറില്ല. കാരണം ഞാൻ വേറെ, നിഴൽ വേറെ. നമുക്ക് ദേഷ്യം തോന്നാറില്ല. നിഴലിനെ എന്ത് ചെയ്ത ചവിട്ടി മെത്തിച്ചോട്ടെ, നിഴലിനെ നമുക്ക് പോലും തോന്നുമോ? ഒന്നും തോന്നില്ല. കാരണം എന്താ? ഞാൻ വേറെ, നിഴൽ വേറെ. അതിനെയാണ് ഇവിടെ ഛായാവത് അനുവർത്തിനി എന്ന് പറയുന്നത്. ഇവിടെ ഛായാവത് അനുവർത്തിനി എന്ന് പറയുന്നത് ഛായ, നിഴൽ പോലെ. ജ്ഞാനി നിഴലിനെ പോലെയാണ്
ശരീരത്തെ കൊണ്ട് നടക്കുന്നേ എന്ന് പറയും. നമ്മുടെ കാര്യമല്ല പറഞ്ഞേ, ജ്ഞാനി, അറിവുള്ളവൻ, ജീവബ്രഹ്മൈക്യം വന്നവൻ, അത് മനസ്സിലാക്കിയവൻ, അനുഷ്ഠാനത്തിൽ വെച്ചിരിക്കുന്നവൻ, അവൻ എന്ത് ചെയ്യുന്നു? ശരീരത്തെ നിഴല് പോലെയാ കൊണ്ടു നടക്കുന്നത്. വർത്തമാനേ അപി അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുമ്പോഴും ജീവൻ മുക്തൻ ജീവൻ മുക്തന്റെ ശരീരവും സാധാരണക്കാരന്റെ ശരീരവും തന്നെയാണ്, അതുപോലെ തന്നെയാണ്. പക്ഷെ കാണാൻ ഒരുപോലെയാണ്. പക്ഷെ അദ്ദേഹം ശരീരത്തെ കാണുന്നത് നമ്മൾ എങ്ങനെ നിഴലിനെ കാണുന്നുവോ അതുപോലെയാണ് ജീവൻ മുക്തൻ ശരീരത്തെ കാണുന്നത്. അതാണ് ജീവൻ മുക്തന്റെ മനസ്സില് തന്റെ ശരീരത്തെ കുറിച്ച് എന്താണ് വിചാരം? ജീവൻ മുക്തൻ തന്റെ ശരീരത്തെ കുറിച്ച് എന്താണ് സ്വയം വിചാരിക്കുന്നത്? ഛായാവത്. അതാണ് ഛായാവത്, നിഴലിനെ പോലെ. അനുവർത്തിനി, അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഛായാവത് അനുവർത്തിനി, നിഴലിനെ പോലെ എന്നുള്ള വിചാരത്തിൽ തുടർന്ന് ജീവൻ മുന്നോട്ട് പോകുന്നു, ജീവൻ മുക്തന്റെ ശരീരപാദം വരെ. നിഴൽ നമ്മളെ തുടരൂലോ, ഇല്ലേ? എവിടെ പോയാലും നിഴൽ കൂടെ വരും. നിഴൽ നമ്മളെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ജീവൻ മുക്തനെ ഈ ഉടല് തുറന്നു കൊണ്ടുപോകും. എവിടം വരെ? ശരീരപാദം വരെ. ജീവൻ മുക്തൻ പോകുന്നിടത്തെല്ലാം നിഴലും പോകും. അല്ല, നമ്മൾ പോകുന്നിടത്തെല്ലാം നിഴലുണ്ടാവും. ജീവൻ മുക്തൻ പോകുന്നിടത്തെല്ലാം എന്തുണ്ടാവും? ഉടലുണ്ടാവും. അദ്ദേഹം ഉടലിനെ എങ്ങനെയാ വിളിക്കുന്നത്? നിഴലായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ ശരീരം പോകുമ്പോൾ നിഴല് കൂടെ ഉണ്ട്. അതേപോലെ ജീവൻ മുക്തം പോകുമ്പോൾ ഉടല്, നിഴൽ എന്ന പേരിൽ അദ്ദേഹം ഉടലിനെ കൊണ്ടു നടക്കും. അതാണ് വ്യത്യാസം. എത്ര മഹത്തരമായിട്ടുള്ളൊരു ഭാവനയാണ്. ജീവൻ മുക്തൻ ശരീരത്തെ നിഴല് പോലെ കണക്കാക്കുന്നുള്ളൂ. നിഴലിന് സംഭവിക്കുന്നതൊന്നും എനിക്ക് സംഭവിക്കുന്നതല്ല. നമുക്കങ്ങനെയാണല്ലോ, നിഴലിന് സംഭവിക്കുന്നതൊന്നും നമുക്ക് സംഭവിക്കുന്നതല്ല. ജീവൻ മുക്തന് ശരീരത്തിന് സംഭവിക്കുന്നതെല്ലാം നിഴലിന് സംഭവിക്കുന്ന പോലെയാണ്. ശരീരത്തെ നിഴല് പോലെ കണക്കാക്കുന്നു. എന്തൊരു വലിയൊരു ചിന്താഗതിയാണത്! എത്ര വലിയ ചിന്താഗതിയാ, ആലോചിച്ച് നോക്കൂ. ശരീരത്തെ നിഴല് പോലെ കാണും. അപ്പൊ പിന്നെ എന്തെങ്കിലും മനസ്സിന് പ്രശ്നം ഉണ്ടാവുമോ? മനസ്സിനൊരു പ്രശ്നമുണ്ട്. ആരെന്തെങ്കിലും അപമാനിച്ചോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ജയമോ പരാജയമോ ഇഷ്ടമോ അനിഷ്ടമോ അതൊന്നും പ്രശ്നമില്ല. കാരണം നിഴലിനെ ഒന്നും ബാധിക്കില്ല. ഞാൻ വേറെ, നിഴല് വേറെ. അതുപോലെ ജീവൻ മുക്തന് ഞാൻ വേറെ, ശരീരം വേറെ. ജീവൻ മുക്തൻ പോകുന്നിടത്തെല്ലാം ഈ ശരീരം പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അത് നിഴല് പോലെയാ. നമ്മൾ പോകുമ്പോ ഒക്കെ നമ്മുടെ കൂടെ നിഴലുണ്ട്. നിഴലിന് എന്ത് പറ്റിയാലും നമുക്ക് പ്രശ്നമില്ല. അതുപോലെ ജീവൻ മുക്തന് ശരീരത്തിന് എന്ത് പറ്റിയാലും പ്രശ്നമില്ല. കാരണം ശരീരത്തെ നിഴല് പോലെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അങ്ങനെ ശരീരം കൂടെ ഉണ്ടെങ്കിൽ പോലും അടുത്ത വരി പറയുന്നു, അഹന്താ മമതാഭാവോ ജീവൻ മുക്ത. അഹന്താ മമതാഭാവോ എന്താണ് അവിടെ പറയുന്നത്? അഹന്ത എന്നുള്ളതോ മമതാഭാവമോ അദ്ദേഹത്തിന് ഇല്ല. ശരീരം കൂടെ ഉണ്ടെങ്കിലും അഹന്താഭാവമോ മമതാഭാവമോ ജീവൻ മുക്തന് ഇല്ല. അഹന്ത മമതാഭാവോ, മമത ദീർഘമുണ്ട്. അതായത് മമത അഭാവോ, അഹന്ത മമത അഭാവോ എന്നാണ് വായിക്കുന്നത്, മനസ്സിലാക്കേണ്ടത്. അഹന്ത മമതാഭാവോ, താ മമത എന്ന് ദീർഘം കൊടുത്തിട്ടാണ് ഭാവോ പറഞ്ഞത്, അഭാവ എന്നാണ്. അപ്പോ അഹന്ത മമത അഭാവ, ഞാൻ എന്ന ഭാവമോ എന്റേത് എന്ന ഭാവമോ ആർക്കില്ല? ജീവൻ മുക്തനില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ധാരാളമായി പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിയതാണ്. അഹന്ത എന്താണ്, മമതാഭാവം എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഈ ശരീരം കൂടെ ഉണ്ടെങ്കിലും അത് നിഴല് പോലെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഹന്തയും ഇല്ല, മമതാഭാവവും ഇല്ല. ഇതാണ് ജീവൻ മുക്തന്റെ ലക്ഷണം. വേറൊരു ലക്ഷണം കൂടി പറഞ്ഞതാണ്. നേരത്തെ 2-3 ലക്ഷണം പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് ഒരു ലക്ഷണം കൂടെ ഇവിടെ പറഞ്ഞു. ജീവൻ മുക്തൻ ശരീരത്തെ എവിടെയൊക്കെ പോയാലും ശരീരം കൂടെ ഉണ്ടാവും. പക്ഷെ ആ ശരീരത്തെ അദ്ദേഹം വെറും നിഴല് പോലെയേ കണക്കാക്കുന്നുള്ളൂ.
അതിനാൽ അദ്ദേഹത്തിന് അഹന്തയോ മമതാഭാവമോ ഇല്ല. ഒന്നിനോടും പറ്റില്ല എന്ന് പറയാം അല്ലെ. ഒരു പറ്റ്, നമുക്ക് അതിനോട് ഒരു ഇഷ്ടം, ഒരു എന്താ ചേർത്ത് പിടിക്കൽ, അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയില്ലേ, അതില്ല. ജീവൻ മുക്തന് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല, യാതൊന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കിയ ആളാണ്. ശരീരം പിന്തുടരുന്നു, അവരെ ആര് പിന്തുടരുന്നു? ജീവൻ മുക്തനെ ശരീരം പിന്തുടരുന്നു. നമ്മളെയോ? നമ്മൾ ശരീരത്തെ പിന്തുടരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ ശരീരത്തിന്റെ കാര്യങ്ങളാണ് എല്ലാം നോക്കുന്നത്, ശരീരത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ. ജീവൻ മുക്തനോ? ജീവൻ മുക്തൻ ഞാൻ ബ്രഹ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ശരീരം അദ്ദേഹത്തെ പിന്തുടരും. അതിന്റെ സമയം വരുമ്പോ ശരീരം വിട്ടേച്ചു പോകും, അതുവരെ ശരീരം പിന്തുടരും. കർമ്മഫലം തീരുന്നവരെ ശരീരം അദ്ദേഹത്തെ പിന്തുടരും, പിന്നീട് അത് പോകും, വിട്ടേച്ചു പോകും. ഇവിടെയാണ് വ്യത്യാസം. നമ്മൾ അങ്ങനെയല്ല, ശരീരത്തെ പിന്തുടരുകയാണ്. ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രം നോക്കിക്കൊണ്ട്, അതാണല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. ശരീരത്തിന്റെ ആവശ്യം, സൂക്ഷ്മ ശരീരത്തിന്റെ സ്ഥൂല ശരീരത്തിന്റെ ആവശ്യം മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ശരിക്കും അതാണോ ജീവിത ലക്ഷ്യം? അല്ല. ജീവിത ലക്ഷ്യം എന്താണ്? ഞാൻ ആര് എന്ന് മനസ്സിലാക്കുക, ഞാൻ സ്വയം ആത്മാ എന്ന് തിരിച്ചറിയുക, ഈശ്വരനും ഞാനും ഒന്നെന്ന് തിരിച്ചറിയുക, ബ്രഹ്മവും ഞാനും ഒന്നെന്ന് തിരിച്ചറിയുക, രണ്ടല്ല എന്നുള്ള അദ്വൈതത്തിലേക്ക് എത്തുക, ദ്വൈതഭാവം മാറുക. ഇതൊക്കെയാണ് ജീവിത ലക്ഷ്യം. പക്ഷെ നമ്മൾ ഈ ശരീരത്തിന്റെ ധർമ്മത്തെ എന്റെ ധർമ്മം എന്ന് വിചാരിച്ച്, ആത്മധർമ്മം എന്ന് വിചാരിക്കുന്ന ശരീരധർമ്മത്തെയാണ് നമ്മൾ. ശരീരധർമ്മത്തെ മുഴുവൻ, ഏതെല്ലാം ശരീരധർമ്മങ്ങളിനകത്ത് പെടുത്താവോ അതിനെ മുഴുവൻ എന്റെ ധർമ്മം എന്ന് വിചാരിച്ചിരിക്കുന്നു. ആത്മധർമ്മത്തെ തിരിച്ചറിയുന്നേ ഇല്ല. ഞാൻ ആര് എന്ന് തിരിച്ചറിയുന്നേ ഇല്ല. ഞാൻ എന്ന് പറയും, പക്ഷെ ഞാൻ ആരെ യഥാർത്ഥത്തിൽ നിന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശ്ലോകങ്ങളില് ജീവൻ മുക്തന്റെ ലക്ഷണങ്ങൾ ധാരാളം ഉണ്ട്. ഇതിനു മുമ്പ് ജീവബ്രഹ്മ ഐക്യം ഉപദേശിച്ചു. ആ ജ്ഞാനം ആർക്ക് ലഭിച്ചുവോ അവർ മുക്തി പ്രാപിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോ അവിടെ പറഞ്ഞു ജീവൻ മുക്തി എന്ന് പറഞ്ഞു. അതായത് ജീവനോടെ ഇരിക്കുമ്പോൾ മുക്തി ലഭിച്ചവർ. ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ശരീരം ലൈവായിട്ടിരിക്കുക, പ്രാണശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ചൈതന്യവത്തായിട്ടിരിക്കുക, ജഡമല്ലാതിരിക്കുക. പിന്നെ മനസ്സിലെ നിറവില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം, അതായത് പൂർണ്ണ സംതൃപ്തമായ മനസ്സുണ്ടായിരിക്കുക, പൂർണ്ണ സംതൃപ്തമായ ഒരു മനസ്സ്. അങ്ങനെയുള്ളവർക്ക് പ്രപഞ്ചം വിസ്മൃതപ്രായത്തിലാണ്. അതായത് അവർ പ്രപഞ്ചത്തെക്കുറിച്ച് മറന്നിരിക്കുന്നു, അവരിതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല. അവർ ലോകത്തെ മറന്നതിന് തുല്യമായി ജീവിക്കുന്നു. പിന്നീട് പറഞ്ഞു വർത്തമാനേ അഭിദേഹേ, ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഈ ശരീരം അവർക്ക് എങ്ങനെയിരിക്കുന്നു? ഛായാവതനുവർത്തിനി, ഈ ശരീരം നിഴൽ പോലെ അവരെ പിന്തുടരുന്നു. ജീവൻ മുക്തന്മാർ ശരീരത്തെ നിഴൽ പോലെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. നിഴലിന് അശുദ്ധം വന്നാലോ, മാലിന്യം വന്നാലോ അത് നമ്മെ ബാധിക്കാറില്ല. അതുപോലെ നിഴലിനെ ആരെങ്കിലും ഉപദ്രവിച്ചാലും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ നിഴൽ പോലെ ശരീരത്തെ കാണുമ്പോൾ അഹന്ത, മമത എന്നിവയുടെ അഭാവമാണ് അവിടെ ഉണ്ടാവുക. ഇതാണ് ജീവൻ മുക്തന്റെ ലക്ഷണം എന്നിത്രയും ഇവിടെ പറഞ്ഞു. ഇനി ഈ അഹന്ത, മമത എന്നതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു തരാൻ ശങ്കരാചാര്യസ്വാമികള് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഈ അഹന്ത, മമത എന്നതിനെ ഈ സന്ദർഭത്തില് ജീവൻ മുക്തന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ശ്ലോകത്തിന്റെ തന്നെ കുറച്ചു ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കിയിട്ട് പിന്നത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും സായിറാം, എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഈ വളരെ ഗഹനമായ ഈ തത്വങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ മനസ്സിൽ പ്രവേശിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, ശരീരത്തെ നിഴൽ പോലെ കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ആ നിഴല്
ഇപ്പൊ നമുക്ക് ഒരു നിഴൽ എന്ന് പറഞ്ഞാൽ ആ നിഴലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുപോലെ ഒന്നും നമ്മുടെ ശരീരം, നമ്മുടെ ഈ നിഴലിന് പറ്റുന്നതൊന്നും എനിക്ക് പറ്റുന്നതല്ല എന്ന് നമുക്കിപ്പോ അറിയാം. അതുപോലെ നമ്മുടെ ശരീരത്തിന് പറ്റുന്നതൊന്നും ആത്മാ എന്ന എനിക്ക് പറ്റുന്നതല്ല എന്ന് തിരിച്ചറിയാൻ വളരെ ശക്തമായൊരു ഉപദേശം. അത് മനസ്സിലാക്കാനുള്ള ശക്തി ഭഗവാൻ തരട്ടെ, അനുഗ്രഹം ഭഗവാൻ തരട്ടെ. ഗായത്രി ജപിക്കുമ്പോൾ പറയുന്ന പോലെ ആ ബുദ്ധി ശക്തിയും അതുപോലെ വളർന്ന് വലുതാകട്ടെ. സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം.